नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 77. ദന്തവക്രൻ, വിദൂരഥൻ, രോമഹർഷണൻ എന്നിവരുടെ വധം. പേജ് നമ്പർ 755. രോമഹർഷണ സൂതന്റെ മരണത്തിൽ അവിടെ സന്നിഹിതരായിരുന്നവർ മുഴുവൻ അത്യധികം ദുഃഖിതരായി. അവിടെ അലമുറയും നിലവിളിയും ഉയർന്നു. അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണർക്കും ഋഷിമാർക്കുമൊക്കെ ഭഗവാൻ ബലരാമൻ പരമപുരുഷനാണെന്നറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രതിഷേധം കാണിക്കാൻ അവർക്ക് ഒട്ടും സങ്കോചമുണ്ടായിരുന്നില്ല. അവർ വിനയപുരസ്സരം അറിയിച്ചു, പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ പ്രവൃത്തി ധർമ്മതത്വങ്ങൾക്കു നിരക്കാത്തതാണെന്നു ഞങ്ങൾ കരുതുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ യദുനന്ദന, ഈ മഹായാഗം കഴിയുന്നതുവരെ ബ്രാഹ്മണരായ ഞങ്ങൾ ഒത്തുചേർന്നാണ് രോമഹർഷണ സൂതനെ ആ സമുന്നത സ്ഥാനത്തേക്ക് നിയോഗിച്ചതെന്ന് അങ്ങയെ അറിയിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വ്യാസാസനത്തിൽ ഉപവിഷ്ടനായത്. വ്യാസാസനത്തിൽ ഉപവിഷ്ടനാക്കപ്പെട്ടയാൾ ഏതെങ്കിലും വ്യക്തിയെ എഴുന്നേറ്റുനിന്നു സ്വീകരിക്കുന്നത് തികച്ചും അനുചിതമാണ്. അതിനുമുപരിയായി പ്രതിബന്ധരഹിതമായ ഒരു ജീവിതകാലമാണ് ഞങ്ങൾ രോമഹർഷണ സൂതനു നൽകിയത്. ഈ പരിതസ്ഥിതികളിൽ ഈ വക വസ്തുക്കളൊന്നും ഗ്രഹിക്കാതെ ഭഗവാൻ അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നതിനാൽ അങ്ങയുടെ പ്രവൃത്തി ബ്രാഹ്മണഹത്യയ്ക്കു തുല്യമാണെന്നു ഞങ്ങൾ കരുതുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, പതിതാത്മാക്കളുടെ രക്ഷക, വേദതത്വങ്ങളെല്ലാം അറിയുന്നവനാണ് അങ്ങെന്ന് ഞങ്ങൾക്കറിയാം. ദിവ്യശക്തികളുടെയൊക്കെ അധീശനാണങ്ങ്. അതിനാൽ സാധാരണ നിലയിൽ വൈദികാനുശാസനങ്ങളൊന്നും അങ്ങേക്കു ബാധകമല്ല. എങ്കിലും രോമഹർഷണ സൂതന്റെ വധത്തിനു പ്രായശ്ചിത്തം ചെയ്തു അവിടുത്തെ അഹൈതുകമായ കാരുണ്യം മറ്റുള്ളവർക്കു കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ വധിച്ചതിന് എന്തു പ്രായശ്ചിത്തമാണ് അവിടുന്ന് ചെയ്യേണ്ടതെന്നു ഞങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. മറ്റുള്ളവർക്കു അങ്ങയുടെ നടപടി പിന്തുടരാൻ കഴിയും വിധം എന്തെങ്കിലും പ്രായശ്ചിത്ത കർമ്മം അങ്ങ് സ്വീകരിക്കണമെന്നേ ഞങ്ങൾക്കു പറയാനുള്ളൂ. മഹാന്മാർ ചെയ്യുന്നതു സാധാരണക്കാരൻ പിന്തുടരും. ഭഗവാൻ പറഞ്ഞു, ശരി, നമുക്ക് ഒരുപക്ഷെ ഉചിതവും മറ്റുള്ളവർക്കു അനുചിതവുമായ ഈ പ്രവൃത്തിക്കു നാം പ്രായശ്ചിത്തം ചെയ്യേണ്ടതാണ്. അതിനാൽ
പ്രാമാണികമായ മതഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ തക്കതായ പ്രായശ്ചിത്തം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് നാം കരുതുന്നു. അതോടൊപ്പം ഈ രോമഹർഷണ സൂതനു ദീർഘമായ ആയുസ്സും വേണ്ടത്ര ശക്തിയും ഇന്ദ്രിയങ്ങൾക്കു സമ്പൂർണ്ണ ശേഷിയും നൽകി ജീവിപ്പിക്കാനും നമുക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും അയാൾക്കു നൽകാൻ നമുക്ക് സന്തോഷവുമാണ്. നിങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായി ഈ വരങ്ങളെല്ലാം നൽകാൻ നമുക്ക് അത്യന്തം സന്തോഷമായിരിക്കും. ഹരേ കൃഷ്ണ.